ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 52ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ജെയ്മെയിൻ 2024 ജെയ്മെയിൻ്റെ റിസൾട്ട് എല്ലാം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്കും പേരൻസിനും എല്ലാം ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒത്തിരി ആഗ്രഹമുണ്ട്. സാർ, ഞാൻ ആദ്യമേ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, 2024 ജെയ്മെയിൻ എക്സാമിന് മികച്ച ഒരു സ്കോറും പെർസെൻറ്റേജിലും റാങ്കും എല്ലാം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിക്ക് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത? ജെയ്മെയിൻ്റെ ബേസിൽ അഡ്മിഷൻ കിട്ടാവുന്നത് NITs, IIITs, പിന്നെ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, GFTIകൾ അല്ലെങ്കിൽ CFTIകൾ എന്ന് നമ്മൾ പറയും. നമ്മൾ ജെയ്മെയിൻ എന്നുള്ളത് ശരിക്കും ഒരു ക്വാളിഫയിങ് എക്സാമാണ്. അഡ്വാൻസ്ഡിലേക്കുള്ള ഒരു ക്വാളിഫയിങ് എക്സാമായിട്ട് നമ്മൾ പരിഗണിക്കുമെങ്കിലും ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള ഒരു അഡ്മിഷനുള്ള ക്രൈറ്റീരിയ ജെയ്മെയിൻ്റെ റാങ്കുമാണ്. ഏകദേശം ഒരു 55,000 മുതൽ 60,000 വരെ സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ ഈ ഒരു IIITകളിലും NITകളിലും GFTകളിലുമായിട്ടുണ്ട്. ഇത്രയും സീറ്റുകളുണ്ടല്ലോ. അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റിസൾട്ടൂടെ വന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ അലോട്ട്മെൻറ്റ് ആരംഭിക്കും. ജോയിൻറ്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി, ജോസായിൽ അലോട്ട്മെൻറ്റ് ആരംഭിക്കും. അപ്പോൾ അത് IITകൾ ഉൾപ്പെടെയുള്ള അലോട്ട്മെൻ്റ് ആയിരിക്കും. ആ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇത്രയും സീറ്റുകൾ ഉണ്ട്. പലപ്പോഴും സംഭവിക്കുന്നത് ഇത്രയും സീറ്റുകൾ ഉണ്ടെങ്കിലും കുട്ടികളത് വേണ്ട രീതിയിൽ മനസ്സിലാക്കി അവിടെ ഒരു ചോയ്സ് ഫില്ലിംഗ് ഒക്കെ നടത്താത്തത് കൊണ്ട് ഒരുപാട് സീറ്റുകൾ പിന്നെയുള്ള, ഇത് 6 റൗണ്ടാണ് ജോസായ ഉള്ളത്. പിന്നെയുള്ള 2 സ്പെഷ്യൽ റൗണ്ടുകളുണ്ട്, CSAB, CSAB എന്നറിയപ്പെടും. അപ്പോൾ അവിടേക്ക് ഒരുപാട് സീറ്റ്, ഒരു 8,000-10,000 സീറ്റൊക്കെ വേക്കൻസി വരാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ ജോസ അലോട്ട്മെൻറ്റ് ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയോറിറ്റീസിനൊക്കെ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കോളേജുകൾക്ക് പ്രിയോറിറ്റി കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് കോഴ്സുകളേക്കാൾ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു കോഴ്സിൻ്റെ ബേസിലല്ല ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ പോകുന്നത്. പകരം നമ്മൾക്കുള്ള സ്കില്ലിൻ്റെ ബേസിലാണ്. അപ്പോൾ നമ്മളെ സ്കിൽസ് ഏത് ബ്രാഞ്ചിലാണ് നമുക്ക് കൂടുതൽ, അല്ലെങ്കിൽ ഏത് ബ്രാഞ്ച് പഠിച്ചാലാണ് നമ്മുടെ സ്കിൽസിനോട് ചേർന്ന് നമുക്ക് പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കഴിവ് ഏറ്റവും നന്നായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യങ്ങൾ വരുന്നത് ഏത് ബ്രാഞ്ചിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്രാഞ്ച് സെലക്ഷനിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. തന്നെയുമല്ല, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ഉപവിഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഒരുപാട് കുട്ടികൾ ഈ ബ്രാഞ്ചുകളിലേക്ക് ചെന്നിട്ടുണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 60 മുതൽ 70% വരെ കോഴ്സുകൾ നടക്കുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. അപ്പോൾ അതനുസരിച്ച് ഒരു 3-4 വർഷം കഴിയുമ്പോൾ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങാനുണ്ട്, കൂടുതൽ എക്സസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ എന്തുമാത്രം ആളുകൾ കൊമ്പീറ്റ് ചെയ്യാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും എന്നുള്ളതും, എങ്ങനെയുള്ള കമ്പനികളിലാണ് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാമെന്നുള്ളതും, ഏത് തരത്തിലുള്ള ജോബ് റോൾസാണ് ഈ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതും, അവരുടെ പ്ലേസ്മെൻറ്റുകളിൽ പ്ലേസ്ഡാകാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും, അവിടുത്തെ പാക്കേജ് എന്താണെന്നുള്ളതും, ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ജോബ് റോള് ഇനി എത്ര കാലത്തേക്കൂടെ നിലനിൽക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ച് ഒരു അനാലിസിസ് കുട്ടികളും പേരൻസും ഒക്കെ ഒന്ന് നടത്തിയിട്ട് വേണം തീർച്ചയായിട്ടും ഈ ഒരു ജോസ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ചോയ്സ് ഫില്ലിംഗ് നടത്താനും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് ലഭിക്കേണ്ട സീറ്റ് കിട്ടുകയും ചെയ്യും. കാരണം നമ്മളൊരു ബ്രാഞ്ച് എടുത്ത് അതിൻ്റെ പുറകെ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒരു കോളേജ് കിട്ടിയില്ല അടുത്ത കോളേജിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെ പോകുന്ന ആ ഒരു രീതി മാറി. അത് മാറണം. ഈ വർഷം മുതൽ അതിന് മാറ്റം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. കാരണം പല കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു മേഖലയിൽ വേണ്ടി വരുന്ന ആളുകളുടെ ഒരു മാസീവായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ തൊഴിലുണ്ടാകും, പക്ഷേ അന്നേരം ആവശ്യപ്പെടുന്ന ആ സ്കിൽസ് മൾട്ടി സ്കില്ലിംഗ് ആയിരിക്കും വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആവശ്യമുള്ള സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന, പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് അന്നേരം സാധ്യത ഉണ്ടാവുള്ളൂ. അതേസമയം മറ്റ് ചില മേഖലകൾ ആ സമയം തന്നെ കയറി വരാം, പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയൊക്കെ. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ പോലെയുള്ള ബ്രാഞ്ചുകൾക്ക് പ്രാധാന്യം ഏറാനാണ് സാധ്യത. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി, അതുപോലെ കോളേജും, ഒരു കോളേജാണ് ഒരു കോളേജ് ശ്രദ്ധിക്കണം, അതിൻ്റെ NIRF റാങ്കിങ് നോക്കണം, അത് അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. പ്ലേസ്മെൻറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് മാത്രമല്ല, ഓഫർ ലെറ്റർ കിട്ടുന്നുണ്ട്, എത്ര കുട്ടികൾ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് വരെ ആയിട്ടുണ്ട്, എത്ര കുട്ടികൾ ബോഡി ചെയ്യുന്നു. ചിലപ്പോൾ ചില കോളേജുകളിൽ നമ്മൾ കാണുന്നുണ്ട്, തലേ വർഷം പ്ലേസ്മെൻറ്റ് കിട്ടിയ കുട്ടിക്ക് 1-1.5 വർഷം കഴിഞ്ഞാൽ പോലും
ബോർഡാകുന്നില്ല ആയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കോളേജുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കോളേജും കോഴ്സും കൂടെ ചേർത്തുകൊണ്ട് അവനവൻ്റേതായ ചോയ്സുകൾ കൃത്യമായിട്ട് ഉണ്ടാക്കി വേണം, ആലോചിച്ച് നല്ല രീതിയിലുള്ള ഡിസിഷൻ എടുത്ത് വേണം ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ. സാർ, ഇപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ആദ്യത്തെ ചോയ്സ് എന്ന് പറഞ്ഞാൽ അത് NIT കാലിക്കറ്റ് ആണ്. അപ്പം ഒരുപക്ഷെ ഹോം കോട്ടയുള്ളത് കൊണ്ട്, ഹോം സ്റ്റേറ്റ് കോട്ടയുള്ളത് കുറച്ചുകൂടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയും കൂടുതലായിരിക്കും. അപ്പോൾ എനിക്കൊരു NIT കാലിക്കറ്റിൽ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വരെ വേണം? NIT കാലിക്കറ്റിൽ നമുക്ക് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ. ഈ വർഷവും അങ്ങനെ തന്നെയായിരിക്കും, വലിയ മാറ്റങ്ങളൊന്നും വരില്ല. പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ കമ്പ്യൂട്ടർ സയൻസ് ലാസ്റ്റ് റാങ്കിൽ നമുക്ക് കുട്ടികൾക്ക് അവരുടെ സാധ്യതയെക്കുറിച്ച് അറിയാനുള്ള സാഹചര്യം ജോസയുടെ വെബ്സൈറ്റിലുണ്ട്. ഓക്കെ. അവിടെ ജോസയുടെ സൈറ്റിലെ കുട്ടികൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും ഓരോ ബ്രാഞ്ചിൻ്റെയും ഓപ്പൺ റാങ്കും ക്ലോസിംഗ് റാങ്കും ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കാണുള്ളത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ ഒരു 10,500 റേഞ്ചിലാണ് കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്, ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ വർഷം അതിന് കുറച്ച് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. 15,500 ഉള്ളവർക്ക് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഈ വർഷത്തെ നമ്മുടെ JEE റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ 10,000 താഴെയുള്ള റാങ്കുകളുടെ എണ്ണത്തിൽ മലയാളികളെ സംബന്ധിച്ച് വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 50% മുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് പറയാം അതിൽ കുറേയധികം ആളുകൾ IITകളിലേക്ക് കടന്നു പോകും എന്നുള്ളത്. എങ്കിലും നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമ്മളതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു 1,300-1,400 റാങ്ക് വരെ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 9.2-9.2K ആ ഒരു റേഞ്ചിൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഫില്ല് ചെയ്യപ്പെടാനാണ് സാധ്യത വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. അത് കഴിഞ്ഞ വർഷം ഒരു 15,000 എത്തിയായിരുന്നു ഈസിയുടെ. പക്ഷേ ഈ വർഷം നമുക്ക് ഈ 10,000 കഴിഞ്ഞുള്ള റാങ്കുകളുടെ എണ്ണത്തിലും ഈ പറയുന്ന 10,000 താഴെയുള്ള റാങ്കുകൾ പോലെ തന്നെ അത്രയൊക്കെ വ്യത്യാസമുള്ളൂ, അല്ലെങ്കിൽ അത്രയും തന്നെ ഒരു ഡിഫറൻസ് കാണുന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിൽ കണ്ട ഒരു വേരിയേഷൻ, ഒരു 1,500 താഴെയുള്ളൊരു വേരിയേഷൻ റാങ്കിങ്ങിൽ അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്കിൽ നമ്മുടെ ECയിലും വരാം. കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രിക്കലിലേക്ക് ഇലക്ട്രിക്കൽ 20,500 റേഞ്ചിലാണ് കഴിഞ്ഞ വർഷം ഫില്ല് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് ജനറൽ കാറ്റഗറി, ജെൻഡർ ന്യൂട്രൽ ഓപ്പൺ കാറ്റഗറിയാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഈ വേരിയേഷൻ അവിടെയും വരുള്ളൂ. കാരണം 10,000 താഴെയുള്ള റാങ്കിൽ വലിയ ഒരു വേരിയേഷൻ നമ്മൾ കാണുന്നുണ്ട്. ആ വേരിയേഷനോ അല്ലെങ്കിൽ അതിലും അല്പം കൂടി കുറഞ്ഞ ഒരു വേരിയേഷൻ മാത്രമേ 10,000-നും 20,000-നും ഇടയ്ക്ക് കാണുന്നുള്ളൂ കേരളത്തെ സംബന്ധിച്ച്. ഞാനിത് ഹോം സ്റ്റേറ്റ് കോട്ട സാറ് NIT കാലിക്കറ്റ് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ മെക്കിലേക്ക് വരുമ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ മെക്കാണ് അടുത്ത ഒരു 26,000 മെക്ക് തീർന്നത്. അപ്പോൾ അതിനൊരു 2024 വരെയൊക്കെ ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് ഏകദേശം പറയാനായിട്ട് പറ്റും. ഇതിനിടയ്ക്ക് ഈ വർഷം മാറ്റങ്ങൾ വരാം. അതായത് നമ്മളിപ്പോൾ ഒരു 9.2K നമ്മൾ പറഞ്ഞെങ്കിലും ഇത് ഓൾ ഇന്ത്യ ലെവലിൽ ഇതിങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം ഹോം സ്റ്റേറ്റ് കോട്ടായിൽ NIT കാലിക്കറ്റ് നമ്മുടെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ വേരിയേഷൻ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെയാണല്ലോ, ഓൾ ഇന്ത്യ അതർ സ്റ്റേറ്റ് കോട്ട എന്ന് പറയുമ്പോൾ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ സയൻസിന് കിട്ടാവുന്ന, ഇപ്പോൾ കാലിക്കറ്റ് NIT കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടാവുന്ന ചില കുട്ടികളെങ്കിലും കാലിക്കറ്റിനേക്കാളും തൊട്ട് മുകളിൽ വരാവുന്ന NITസിൽ ഒരു പക്ഷേ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചൂസ് ചെയ്താൽ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വാറങ്കൽ, ട്രിച്ചി റാങ്ക് അല്പം മുകളിലാണ്. വാറങ്കൽ NIT നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റും ഒക്കെ ഉള്ള NIT ആണ്. അപ്പോൾ വാറങ്കലിൽ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, EC വിത്ത് VLSI ഡിസൈൻ ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇത് മൂന്നുമുണ്ട്. അപ്പോൾ ഇതൊരു 6,000-7,000 ആ ഒരു റേഞ്ച് റാങ്കിലാണ് സാധാരണ അതർ സ്റ്റേറ്റ് ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒരു പക്ഷേ ഈ ഇവിടെയുള്ള CS വിട്ടിട്ട് ഒരു കൂടുതൽ കാര്യങ്ങളൊക്കെ വായിച്ച്, കാരണം നമ്മുടെ രാജ്യത്ത് വരാവുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവബോധമുള്ള കുട്ടികൾ ഒരു പക്ഷേ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ ഒരു 4 വർഷം കഴിഞ്ഞും ഒക്കെ ഉണ്ടാകാവുന്ന ആവശ്യങ്ങൾ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ജോബ് റോൾസ്
ഒരുപാടുണ്ടാവുന്ന അറിയാവുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഒക്കെ ഉള്ള കുട്ടികൾ ഒരു പക്ഷേ ഈ CE ബെറ്റർ NIT ആയതുകൊണ്ട് അതർ സ്റ്റേറ്റ് കോട്ടയിൽ ചൂസ് ചെയ്യാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ ഈ 9.2 എന്നുള്ളത് വേണമെങ്കിൽ അത് 9.5ലേക്കോ ഒക്കെ വേരിയേഷൻസ് വരാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു സാധ്യത നമുക്ക് ഈ വർഷം പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ കാണാൻ സാധിക്കും ഈ ഒരു 10,000 നമ്മളിപ്പോൾ പറഞ്ഞ ആ റേഞ്ചിലാണല്ലോ, ആ ഒരു റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇതിനിടയ്ക്ക് നമ്മൾ മറ്റ് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ IIIT ഹൈദരാബാദ്, JEE മെയിന് നല്ല റാങ്ക് കിട്ടിയിട്ട് JEE അഡ്വാൻസ്ഡിന് എന്തെങ്കിലും കാരണവശാൽ അല്പം റാങ്ക് കുറഞ്ഞു പോയൊരു കുട്ടി തീർച്ചയായിട്ടും IIIT ഹൈദരാബാദ് ശ്രദ്ധിക്കണം. കാരണം ഒരു 1600 റാങ്ക് JEE മെയിൻ കൊണ്ട് ശരിക്കും പലപ്പോഴും എക്സൈറ്റ്മെന്റ് ഉള്ളത് JEE മെയിൻ ഇത്ര റാങ്ക് അവിടെ ക്ലോസിംഗ് വരുന്നത് വളരെ വളരെ ഉയർന്ന റാങ്കാണ്. IIIT ഹൈദരാബാദും അതുപോലെ തന്നെ നമ്മുടെ NIT ട്രിച്ചി അതർ സ്റ്റേറ്റും ഏകദേശം ഒരേ റേഞ്ചിലാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ IIIT ഹൈദരാബാദ് വരും. തൊട്ട് താഴെയായിട്ട് അതായത് നമ്മുടെ NIT കാലിക്കറ്റ് ഫില്ല് ചെയ്യുന്നതിലും വളരെ ഉയർന്ന റാങ്കിലാണ് IIIT ബാംഗ്ലൂരും ഫില്ല് ചെയ്യുന്നത്. ഒരു 8,000 താഴെ ബാംഗ്ലൂർ ഫില്ല് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ കുട്ടികൾ ശ്രദ്ധിക്കാൻ നല്ലതാണ്. അങ്ങനെ താല്പര്യമുള്ള കുട്ടികൾ ആ ഒരു മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കാൻ നല്ലതാണ്. പിന്നെ ഈ ഒരു 10,000 റേഞ്ചിലേക്ക് വരുമ്പോൾ IIIT അലഹബാദ്, അത് MHRDയുടെ കീഴിൽ വരുന്നതാണ്. നല്ല IIIT അലഹബാദ്, അതുപോലെ നമ്മുടെ IIIT ഗ്വാളിയർ, ഇതൊക്കെ ഈ ഒരു റേഞ്ചിലേക്ക് വരും. പിന്നെ നോർത്ത് ഇന്ത്യൻസിൽ കാണുന്ന ഒരു ട്രെൻഡ് ഈ ഒരു 10,000 മുകളിലേക്ക് വരുമ്പോൾ അവർ പൊതുവേ ഡൽഹി, വേറെ ഒരു ജോയിൻ്റ് അഡ്മിഷൻ കൗൺസിൽ എന്ന് പറയുന്ന മറ്റൊരു അഡ്മിഷൻ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആണെങ്കിൽ പോലും അവിടെ 15% സീറ്റ് ഡൽഹിക്ക് പുറത്തുള്ള ആളുകൾക്കാണ്. അപ്പോൾ അവിടെയുള്ള DTU DTUവിൽ ഒരു 10,000 15,000 വരെയൊക്കെ ഉള്ള റാങ്കുകൾക്ക് CS കിട്ടാറുണ്ട്. അതുപോലെ NSUT നേതാജി സുഭാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെയും ഈ പറഞ്ഞ വലിയ വ്യത്യാസം വരുന്നില്ല രണ്ടും തമ്മിൽ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഓപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമ്മുടെ കാലിക്കറ്റിൽ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് അവസാനിച്ച് ഇലക്ട്രോണിക്സ് തുടങ്ങുന്ന ആ റേഞ്ചിൽ വരുന്ന മറ്റനവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അത് അതാ ഞാൻ പറഞ്ഞ അവരുടെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ ഒന്ന് അറിഞ്ഞ് ഏത് മേഖലയിലേക്കാണ് പോയാലാണ്. ഇനി ഇലക്ട്രോണിക്സിലാണെങ്കിൽ കൂടുതൽ താല്പര്യം, കമ്പ്യൂട്ടർ സയൻസ് മേഖല താല്പര്യമില്ല, കോഡിങ്ങിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക്, കാരണം നമുക്കൊരു കമ്പ്യൂട്ടേഷൻ നോളജ് എന്തായാലും ഉണ്ടാവണം, ഉണ്ടാകണം. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരു കുട്ടിക്ക് ഇലക്ട്രോണിക്സ് നോളജ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, ഹാർഡ്വെയർ നോളജ്. അതിലും വളരെ ഈസിയാണ്. കാരണം ഇപ്പം നമ്മൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമാണ്. അപ്പം ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് AI റിലേറ്റഡ് ആയിട്ടുള്ള എലക്റ്റീവ് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈനർ ചെയ്യാനുള്ള അവസരമുണ്ട്. അതേസമയം തിരിച്ച് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ആ രീതിയിൽ കുട്ടികൾ ഒന്ന് പ്ലാൻ ചെയ്ത് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടെ, ഇങ്ങനെയുള്ള സാധ്യതകളെല്ലാം കൂടെ ഒന്ന് പരിഗണിച്ച് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കാലിക്കറ്റിൽ ഈ ഒരു രീതിയിലുള്ള വേരിയേഷനാണ് നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാവുന്നത്. അതിന് നമുക്ക് IITയിലേക്കുള്ള എൻട്രി എന്തുമാത്രം ഉണ്ട് എന്നുള്ളതൊരു കാര്യം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു പ്രഡിക്ഷൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 10,000 താഴെയുള്ള കുട്ടികളുടെ എണ്ണം വലിയൊരു വേരിയേഷൻ വന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഫൈനൽ ആയിട്ട് വരുമ്പം എന്തായാലും കട്ട് ഓഫ് റാങ്ക് ഉയരാനാണ് സാധ്യത. സർ, NIT കാലിക്കറ്റിനേക്കാൾ കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾക്ക് പ്രിയം എന്നും NIT ട്രിച്ചിയാണ്. ഒരു പക്ഷേ ഏറ്റവും നമ്പർ 1 പൊസിഷനിൽ NIT ട്രിച്ചി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു പ്രയോറിറ്റി വരുന്നത്. സർ, ശരിക്കും ഒരു NIT ട്രിച്ചിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര റാങ്ക് വേണം, അല്ലെങ്കിൽ ഒരു എത്ര പെർസെൻറ്റേജ് വേണം? ഓരോ കാറ്റഗറിയും വെച്ച് പറയുവാണെങ്കിൽ കുറച്ചും കൂടി അതൊരു കൺവീനിയൻ്റ് ആയിരിക്കും. NIT ട്രിച്ചി നമുക്കറിയാം കോഴിക്കോട് പോലെ തന്നെ വലിയൊരു NIT ആണ്. ഒരുപാട് ബ്രാഞ്ചസ്, മെറ്റീരിയൽ സയൻസും അങ്ങനെയുള്ള കാലിക്കറ്റിൽ ഇല്ലാത്ത 1-2 ബ്രാഞ്ച്, അപ്പം ബയോടെക്നോളജി ഒന്നും ഇല്ല. അങ്ങനെ ഒരു NIT ആണ്, വലിയൊരു NIT ആണ്, ഏറ്റവും പഴയ ഒരു NIT ആണ്, നമ്പർ 1 വർഷങ്ങളായിട്ട് നമ്പർ 1 പൊസിഷൻ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കാറ്റഗറി വൈസ് അവിടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ, നമ്മൾ സിവിലൊക്കെയാണ് ഏറ്റവും താഴെ വരുന്നത്, സിവിലും പ്രൊഡക്ഷനൊക്കെയാണ്, ബ്രാഞ്ച് കിട്ടാവുന്ന ഒരു പെർസെൻറ്റേജ് സ്കോർ നമുക്ക് കാറ്റഗറി വൈസ് ഒരു അനാലിസിസിന് നമുക്ക് എടുക്കാവുന്ന, കഴിഞ്ഞ കുറേ വർഷങ്ങളും ഈ വർഷം അവിടെ നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്കവിടെ ഓപ്പൺ അതർ സ്റ്റേറ്റ്, ഞാൻ പറയാൻ പോകുന്ന ഓപ്പൺ ജെൻഡർ ന്യൂട്രലാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം വേണമെങ്കിൽ ഫീമെയിലൂടെ രണ്ടും കൂടെ പറയാം. ഓപ്പൺ ജെൻഡർ ന്യൂട്രലും ഓപ്പൺ ഫീമെയിൽ സൂപ്പർ ന്യൂമറി സീറ്റുകളോട് കൂട്ടി ഫീമെയിൽ കാറ്റഗറി ഉണ്ടല്ലോ, അത് നമുക്ക് കാറ്റഗറി വൈസ് പറയാം.
എല്ലാ സ്ട്രീമിലും എന്ന് പറയുക എല്ലാ സ്ട്രീമൂടെ നമുക്കവിടെ നിന്ന് കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ട മിനിമം. അപ്പോൾ അത് നമുക്ക് ജനറൽ കാറ്റഗറിക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന സിവിൽ പ്രൊഡക്ഷൻ ആ ഒരു ലെവലിലേക്ക് അത് വരും. ഒരു 98.27 ഈ വർഷം അത്രയും ഉയർന്ന പെർസെൻറ്റേജിൽ ഉണ്ടെങ്കിൽ ജെൻഡർ ന്യൂട്രൽ ഓപ്പൺ കോട്ടയിൽ കിട്ടുകയുള്ളൂ. അത് ഫീമെയിൽ ആണെങ്കിൽ 97.83. കാര്യമായ വ്യത്യാസം അവിടെ ഉണ്ട്. കാര്യമായ വ്യത്യാസം വരും. OBC ആണെങ്കിൽ 97.84. ഓക്കെ. OBC ഗേൾ ആണെങ്കിൽ 96.84. പിന്നെ നമ്മൾ അത് EWS വരികയാണെങ്കിൽ EWS വരുമ്പം 97.82 ജെൻഡർ ന്യൂട്രലും 97.35 ഗേൾ. SC വരുമ്പോൾ 92.43 90.08 വരുന്നത്. SCക്കും അത്ര ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിൽ കിട്ടത്തുള്ളൂ. STയിലേക്ക് വരുമ്പോൾ 89.13 86.74 ആ ഒരു വ്യത്യാസം. ഇത്രയും പെർസെൻറ്റേജിൽ സ്കോറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ NIT ട്രിച്ചിയിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. കമ്പ്യൂട്ടർ സയൻസൊക്കെ നമുക്കറിയാം വളരെ ഉയർന്ന റാങ്ക് വേണം. 1500 താഴെ ഉള്ള JEE മെയിൻ റാങ്കുള്ള കുട്ടിക്ക് മാത്രമേ അതർ സ്റ്റേറ്റ് കോട്ടായിൽ കിട്ടത്തുള്ളൂ. സാർ, നമ്മൾ ഇത്രയും നേരം NIT കുറിച്ച് ഡിസ്കസ് ചെയ്തു, IIIT കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മൾ GFT ഗവൺമെൻറ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച് സൂചിപ്പിച്ചില്ല. സാർ, ഒരു സംശയം, അതായത് ഒരു വിദ്യാർത്ഥിക്ക് GFTയിൽ അഡ്മിഷൻ കിട്ടാം, ഒരു എത്ര റാങ്ക് വരെയുള്ളവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടാം? അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട GFT ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട GFT ഒന്ന് ബിറ്റ് മെസ്ര, അതുപോലെ രണ്ടാമത് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് PEC. ഇത് രണ്ടാണ് ഏറ്റവും ടോപ്പായിട്ടുള്ളത്. കാരണം നമ്മൾ Tier 2 NITs അതുപോലെ Tier 1 IIITs പരിഗണിക്കുന്ന കൂടെ തന്നെ ഇതും നമ്മൾ പരിഗണിച്ച് പോകുന്നതാണ് ഇത് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ഉള്ളത് പഞ്ചാബ്, നമ്മുടെ പഞ്ചാബ് PEC സൂചിപ്പിച്ചു, IIST ശിബപൂർ. ഇതും അത്യാവശ്യം നല്ല GFT തന്നെയാണ്. ബാക്കി GFTകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിനകത്ത് ഇലക്ട്രോണിക്സിന് പ്രാധാന്യം കൊടുക്കുന്ന 1-2 GFTs ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പർട്ടിക്കുലർ കോഴ്സുകളുള്ളത് ചിലതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കുട്ടികൾ എടുക്കുകയാണെങ്കിൽ GFTയും വളരെ നല്ലത് തന്നെയാണ്. GFTയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അല്പം കൂടി നമ്മുടെ പെർസെൻറ്റേജ് സ്കോർ താന്നാലും കുഴപ്പമില്ല. GFT അതായത് നമ്മൾ JEEന്റെ ഇത്തവണത്തെ കട്ട് ഓഫ് 93.23-26 റേഞ്ചിലൊക്കെയാണ്. അപ്പോൾ അതിലും താഴെ ആ ഒരു കട്ട് ഓഫ് റേഞ്ചിലുള്ള ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു GFTയിൽ അഡ്മിഷൻ നേടാൻ പറ്റും. ഒരു 93 ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു GFTയിൽ ഓപ്പൺ കാറ്റഗറിയിൽ അഡ്മിഷൻ വാങ്ങാം. പെൺകുട്ടികളാണെങ്കിൽ ഏകദേശം അതിലൊരു 0.2 0.3 കുറവാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് നമുക്ക് സൂപ്പർ ന്യൂമറി സീറ്റുകളൊന്നുമില്ല. OBC ആണെങ്കിൽ ഒരു 92.8 ഒക്കെയാണ് കിട്ടാം. ഇനി EWS ആണെങ്കിൽ 92.3 വരാം. SC ഒരു 81 റേഞ്ചിലൊക്കെ മതി. ST ആണെങ്കിൽ ഒരു 71 ആണെങ്കിൽ പോലും അഡ്മിഷൻ കിട്ടാം. JEE റിസൾട്ട് വന്നപ്പം ഒത്തിരി വിദ്യാർത്ഥികൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഏത് NITകളിൽ, ഏത് IIITകളിൽ, ഏത് GFTയിൽ ഈ ഒരു റാങ്ക് വെച്ച്, ഈ ഒരു പെർസെൻറ്റേജ് സ്കോർ വെച്ച് അഡ്മിഷൻ കിട്ടും എന്നതിനെക്കുറിച്ച് ഈ ഒരു എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് NIT കാലിക്കറ്റിൻ്റെ കാര്യവും NIT ട്രിച്ചിയുടെ കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ IIITകളുടെ കാര്യവും GFTയുടെ കാര്യവും വളരെ വ്യക്തമായി തന്നെ സാർ പ്രതിപാദിക്കുകയുണ്ടായി. സാർ, ഈ ഒരു സെക്ഷൻ വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഒത്തിരി ഇൻഫോർമേറ്റീവ് ആകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.